ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൈറ്റ് ബ്രെയിൻ ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. സ്പെഷ്യൽ ടൊമാറ്റോ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ ആപ്പിൾ, ഓറഞ്ച് അതുപോലത്തെ ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതുകൊണ്ടും വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ജ്യൂസിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുള്ള 3 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ എത്ര ജ്യൂസാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തക്കാളിയുടെ എണ്ണ എടുക്കുക. അപ്പോൾ നമ്മളിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുക്കുന്ന സമയത്ത് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മധുരത്തിന്, നമ്മുടെ പാകത്തിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഷുഗർ വേണമെന്നില്ല എന്ന് തോന്നുന്നവരാണെങ്കിൽ നമുക്ക് ഈ പഞ്ചസാര ചേർക്കുന്നതിന് പകരം കുറച്ച് ഹണി, തേനും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേനിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് തേന് ചേർത്ത് കൊടുക്കുക, അതല്ല പഞ്ചസാരയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ പഞ്ചസാര ചേർക്കുക. ഇനി ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി അരച്ചെടുത്തത് കുറച്ച് തിക്ക് പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് തണുത്ത വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കാരണം അത് ചിലപ്പോൾ വല്ലാതെ ഡൈല്യൂട്ടായി പോവും. നമുക്കിനി ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ച് വെള്ളം ഐസ് ക്യൂബ്സ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് നന്നായിട്ട് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കാം. കാരണം ഈ തക്കാളിയുടെ തോലും അതുപോലെ കുരുവൊന്നും ചിലപ്പോൾ ഫുള്ളായിട്ട് അരഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ, ഇത് തക്കാളി ജ്യൂസ് ആയത് കാരണം കിഡ്നി പ്രോബ്ലംസ് അല്ലെങ്കിൽ കിഡ്നി സ്റ്റോൺ പ്രോബ്ലം ഒക്കെ ഉള്ളവർ ഈ ജ്യൂസ് കുടിക്കാതിരിക്കുന്നതാണ് അവരുടെ ഹെൽത്തിന് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഫുഡ് അലർജി, എന്തെങ്കിലും ടൈപ്പ് ഓഫ് അലർജി, തക്കാളിയോടൊക്കെ അലർജിയൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ ജ്യൂസ് കുടിക്കരുത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കണ്ടോ, ആ സ്ട്രെയിനറിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ തോലും കുറച്ച് അറിയാത്ത കുരു മാത്രമേ ബാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ നന്നായിട്ട് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളിയുടെയും പഞ്ചസാരയുടെയും കൂടിയിട്ടുള്ള ആ ഒരു മാത്രമുള്ള ആ ഒരു ടേസ്റ്റിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പിടുന്നത് വളരെ നന്നായിരിക്കും. അത് നമുക്ക് ആ ഒരു സമയത്ത് ടേസ്റ്റ് നോക്കുമ്പോൾ മനസ്സിലാവും. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർ ടേസ്റ്റ് കിട്ടിയതായിട്ട് തോന്നും. ഇനി അതിന് ശേഷം പിന്നെ ഞാനൊരു പച്ചമുളക് നടുകീറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. കാരണം എരിവിൻ്റെയും മധുരത്തിൻ്റെയും കൂടിയിട്ടുള്ള മിക്സഡ് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം പച്ചമുളക് ചേർത്ത് കൊടുക്കുക, അല്ലാത്തവർ പച്ചമുളക് ചേർക്കണം എന്നില്ല. പിന്നെ ഞാനിത് ഈ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഒരു പച്ചമുളക് എടുത്തത്. നമ്മൾ ഉണ്ടാക്കുന്ന ജ്യൂസിനനുസരിച്ചിട്ടും എരിവ് ഇഷ്ടമുള്ളവർ അതിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കുക അവസാനം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ജ്യൂസാണിത്. മാത്രമല്ല ഒരു വെറൈറ്റി ടേസ്റ്റും കൂടിയാണ്, എരിവും മധുരം കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ഹെൽത്ത് പ്രോബ്ലംസ് ഉള്ളവർ ഈ തക്കാളി ജ്യൂസ് ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്തവർക്ക് കുടിക്കാൻ പറ്റിയ നല്ല ജ്യൂസാണിത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.